ഇത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പാലായ്ക്കടുത്ത് രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. രാമപുരം എന്ന ഈ ഗ്രാമത്തിന് ആ പേര് വരാൻ കാരണമായിരിക്കുന്നതും ഈ ക്ഷേത്രമാണ്. ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ദേശദേവതയായി ദേവി ഭദ്രകാളിയും പരമശിവൻ ശ്രീപാർവതി, ഗണപതി ഭഗവാൻ, ശാസ്താവ്, സുബ്രഹ്മണ്യസ്വാമി, സീതാദേവി, ഹനുമാൻ സ്വാമി, നാഗദേവതകൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരുടെയും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ നാലമ്പലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും തിരക്കേറിയതും പ്രശസ്തമായതുമായ നാലമ്പലങ്ങൾ ഇവിടെയാണുള്ളത്. ആ നാലമ്പലങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. മറ്റുള്ള നാലമ്പല ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം 4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിനാൽ ഉച്ചയ്ക്ക് മുമ്പേ തന്നെ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി നാലമ്പല ദർശനത്തിന്റെ പുണ്യം നേടാൻ ഭക്തർക്ക് കഴിയുന്നിടമാണ് രാമപുരം നാലമ്പല ദർശനം. രാമപുരത്ത് നിന്ന് 3 കിലോമീറ്റർ വടക്കുമാറി അമനകരയിൽ ഭരതസ്വാമിയും, അത്രയും ദൂരം പടിഞ്ഞാറ് മാറി കുടപ്പുലത്ത് ലക്ഷ്മണസ്വാമിയും, അത്രയും തന്നെ ദൂരം വടക്കുകിഴക്കുമാറി മേദിരിയിൽ ശത്രുഘ്നസ്വാമിയും കുടികൊള്ളുന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനത്തിനായി, ആ ദർശന പുണ്യം നേടുന്നതിനായി എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലുള്ളവർക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാവുന്ന നാലമ്പലങ്ങൾ പാലായ്ക്കടുത്ത് രാമപുരത്തുള്ള ഈ നാലമ്പലങ്ങളാണ്. ക്ഷേത്ര സംബന്ധിയായ, ആചാര സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ ഉപേക്ഷിച്ച ശ്രീരാമസ്വാമി താൻ സീതാന്വേഷണത്തിനായി സഞ്ചരിച്ച പാതകളിലൂടെ ഒരുപാട് സഞ്ചരിച്ച് ഇവിടെ എത്തുകയും കാടും മലയും നദിയുമൊക്കെയുള്ള ഈ അതിമനോഹരമായ സ്ഥലവും ഇവിടുത്തെ അന്തരീക്ഷവും കണ്ട ഭഗവാൻ ഇവിടെ തന്നെ ഒരു ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുകയും ഇവിടെ സാന്നിധ്യമാവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു. ജ്യേഷ്ഠനെ തിരക്കിയെത്തിയ അനുജന്മാർ മൂവരും ജ്യേഷ്ഠന്റെ അടുത്തു തന്നെ വാഴാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ലക്ഷ്മണസ്വാമി കുടപ്പുലത്തും, ഭരതസ്വാമി അമനകരയിലും, ശത്രുഘ്നസ്വാമി മേദിരിയിലും താമസമുറപ്പിച്ചു. പിൽക്കാലത്ത് 4 ഇടങ്ങളിലും ക്ഷേത്രങ്ങൾ വരികയും എല്ലാവരും പൂജിക്കപ്പെടുകയും ചെയ്യുന്നു. നാലമ്പലങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമായ കുടപ്പുലത്തെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത റീലിൽ കാണാം. നന്ദി.